ഹലോ, ഞാൻ ഡിൻസൺ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഹോം ഇൻ കാലിക്കറ്റിലാണ് ഞങ്ങൾ. അപ്പം ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീടാണ്. പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കുന്നില്ല. നമ്മുടെ എയർബിഎൻബി ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിഞ്ഞ മാസം എൻഡിലാണ് നമുക്ക് കീ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിൽ ഷോ വാട്ട് ആർ ഐഡിയാസ്. നമ്മൾ വിചാരിക്കുന്നത് ഓരോ അപ്ഡേറ്റ്സും വീഡിയോയിലൊക്കെ കൂടെ കാണിച്ചു തരാനുള്ള പരിപാടിയാണ്. അപ്പം ഇത് ഒരു 1950 മാസ്ക് വെച്ചേക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, 1954 ബിൽഡ് ചെയ്ത വീടാണ്. അതുകൊണ്ട് തന്നെ ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് ലങ് ക്യാൻസർ അങ്ങനെ പരിപാടികളൊക്കെ വരും. എയർബോൺ ഡിസീസസ് കുറേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾവേസ് സേഫ് ടു വെയർ എ മാസ്ക്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം. നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്, ഏർലിയർ ഇവിടെ ഒറ്റ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പോർട്ട് ലൈറ്റ്സ് ഓരോ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് 1 2 3 4 or 5 പോർട്ട് ലൈറ്റ്സ്. ഇവിടെ ഒരു ഷാൻഡിയറോ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ലൈറ്റ് എന്നുള്ള തോതിൽ. പക്ഷേ മെയിനായിട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവർ ഈ 4 ലൈറ്റുകളായിരിക്കും. പിന്നെ എയർബിഎൻബി ആയതുകൊണ്ട് തന്നെ സ്മോക്കെല്ലാം വേണം, കാർബൺ മോണോക്സൈഡ് എല്ലാം വേണം. അതിനുള്ളതാണ് ഈ ഹോൾ വരുന്നത്. നമുക്ക് ഈ ഹോളുണ്ടാവാൻ പോകുന്നത് ഒരു TV 5 പ്ലേസ് ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഈ ടേപ്പ് ഒട്ടിച്ചേക്കുന്ന അടിയിൽ ഹോൾ റൂം ഫ്യൂച്ചർ വോളായിരിക്കും. ഫ്യൂച്ചർ വോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾഡ് മണി സ്റ്റൈലിലെ ഡാർക്ക് ഗ്രീനിലുള്ളൊരു റെക്റ്റാങ്കിൾ. അത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ അതാണ് ഇവിടുത്തെ പ്ലാൻ. മുകളിൽ വാൾപേപ്പേഴ്സാണ്, അതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. ഈ ഫ്യൂച്ചർ വോളും പെയിൻറ്റിങ്ങും ലൈറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വാൾപേപ്പറൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ആ ഫ്യൂച്ചർ വോളിൻ്റെ കളറെന്ന് പറയുന്നത് ഈ ഡാർക്ക് ഗ്രീനാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാൾപേപ്പർ, ഫ്യൂച്ചർ വോൾ, ഇവിടെ ഒരു കേർട്ടനോ അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കേർട്ടനായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, നോട്ട് ഷുവർ. ഇനി നമുക്ക് പ്രൈമറി ബെഡ്റൂമിലേക്ക് പോകും. പ്രൈമറി ബെഡിലേക്ക് പോകുമ്പോൾ ആസ് ഐ സെഡ്, ഈ വോള് മൊത്തം വാൾപേപ്പർ. ഇവിടെ ഒരു പെയിൻറ്റ്, അവിടെ ഒരു പെയിൻറ്റ്, ഇവിടെയും പെയിൻറ്റ്. ഈ പെയിൻറ്റ് ബേസ്ഡ് ഓൺ ദ വാൾപേപ്പറാണ്. വാൾപേപ്പർ എല്ലാം ആമസോണിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്. പെയിൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. പെയിൻറ്റ് ഇതേ ഈ വോളിലും ഈ വോളിലും ഈ പെയിൻറ്റാണ് വരാൻ പോകുന്നത് കേട്ടോ. അത് കാരണം ഈ പെയിൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം വാൾപേപ്പറിൽ മെജോറിറ്റി ആ പെയിൻറ്റ് ചെയ്തുകൊണ്ടാണ്. സോ വി തോട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ക്ലോസറ്റ് സ്പേസ് ഉണ്ട്. ഈ ഡോറ് നമ്മൾ തന്നെ പെയിൻറ്റ് അടിക്കാൻ വിചാരിച്ചേക്കുന്നു. അറിയില്ല, അത് ഓൾഡാണ്. ഇത് 1954, ആസ് ഐ സെഡ് 1954 പണിതുകൊണ്ട് തന്നെ കുറച്ച് പണികളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് യാർഡും ഫ്രണ്ടിൽ കുറച്ച് മരങ്ങളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ പുതിയ വീടാണെങ്കിൽ മരങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം അത് പുതിയതായിട്ട് വന്ന കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ സെക്കൻഡറി റൂമുണ്ട്. ഇവിടെയും ഫ്യൂച്ചർ വോൾ വരുന്നുണ്ട്. ഇവിടെ പെയിൻ്റാണ്, സാധാ പെയിൻ്റാണ് എല്ലായിടത്തും. ഇവിടെ ഫ്യൂച്ചർ വോളാണ്. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡറി ബെഡ്റൂം. മറ്റേതുപോലെ തന്നെ ഇവിടെ ഒരു വാൾപേപ്പർ വരും. പെയിൻറ്റ് അതാണ് ഉദ്ദേശം. ഇവിടെ നിന്ന് നമുക്ക് ഹോട്ട് ടബും കാണാം, നമ്മുടെ ബാക്ക് യാർഡും കാണാം. അപ്പം ഓക്കെ, ഹോട്ട് ടബും ബാക്ക് യാർഡ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ലോസറ്റ് സ്പേസ് ഉണ്ട്. മുട്ടത്തോർക്ക് കാണാം. ഇവിടെ ഒരു ചെറിയ ക്ലോസറ്റ് സ്പേസ് ഉണ്ട്. ഇതൊരു വാക്കിൻ പോലെയാണ്, പക്ഷേ വാക്കിൻ എന്ന് പറയാൻ പറ്റില്ല. സ്പേസ് അവർ യൂസ് ചെയ്തേക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇനി നമ്മുടെ വാഷ്റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ടായിരുന്നു. വാഷ്റൂമിൽ നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തു. ഇവിടെ ലൈറ്റ് ഇല്ല ഇപ്പം, അതുകൊണ്ടാണ് ഡാർക്കായിട്ടിരിക്കുന്നത്. നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫുൾ ടൈലായിരുന്നു. ഈ ഏരിയയിലെ ടൈൽ പൊളിഞ്ഞു പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ലത് മാറ്റുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ഷവർ ചെയ്യുമ്പോൾ മേത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. പല ലൈബിലിറ്റീസും നമുക്കുണ്ടാവും. ബിക്കോസ് വി ആർ ഡൂയിങ് എയർബിഎൻബി നമ്മുടെ ലൈബിലിറ്റി മാക്സിമം ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും സേഫായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഇതിനൊരു എക്സോസ്റ്റ് ഫാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ടൈൽ, അതായത് അടി മുതൽ ഇവിടം വരെ ഫുൾ ടൈൽ. ഈ വോളിൽ മാത്രം ടൈൽ ഉണ്ടാവില്ല, പക്ഷേ ഇവിടം തൊട്ട് ഫുൾ ടൈലാണ് ഉണ്ടാകുന്നത്. ടൈൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ടൈലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഓൾഡ് മണി സ്റ്റൈൽ പിടിച്ചു. അപ്പോൾ ടൈൽ ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് ടൈലാണ് ഞാൻ ചൂസ് ചെയ്തത്. ആ ടൈൽ ഇതാണ് ടൈല്. ഇത് ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഇങ്ങനെ മുകളിലേക്ക് ഫുൾ ടൈൽ, ഹോൾ വോൾ ടൈൽ വാഷ്റൂമിൽ. കിച്ചണിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ടൈല് ഗ്രീനാണ്.
കിച്ചണിലും ലിവിങ് റൂമിലും ഹോൾ നമ്മുടെ തീം മൊത്തത്തിൽ ഗ്രീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈൽ ചൂസ് ചെയ്തേക്കുന്നത്. ഓൾറെഡി കുറച്ച് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ പറയുകയാണെങ്കിൽ ബാക്ക് സ്പ്ലാഷ് ഓൾറെഡി അവർ ഇൻസ്റ്റാൾ ചെയ്തു, ഗ്രീൻ ടൈൽസ്. അത് ഇവിടം വരെ ഇത്രയും അവർ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ക്യാബിനറ്റ്സിൻ്റെ ഡോറും എല്ലാം നമ്മൾ അതിനായിരിക്കും പെയിൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കളർ ഗ്രീൻ തന്നെയാണ്, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. സെയിം ആസ് ദ ഫ്യൂച്ചർ ബോഡി കണ്ട് സംവാട്ട് സെയിം ഷെയ്ഡ് തന്നെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഈ ടൈൽ ഇനി ഇവിടുന്ന് ഫുൾ ടൈല്, ഈ വോൾ മൊത്തം ടൈല് ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാനും വരുന്നുണ്ട്. ഏർലിയർ ഇവിടെ ഒരു റേഞ്ച് ഹുഡ് ഫാൻ ഉണ്ടായിരുന്നില്ല, അത് നമ്മളൊന്ന് പർച്ചേസ് ചെയ്യണം. റേഞ്ച് ഹുഡ് ഫാൻ പർച്ചേസ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ടൈലൊക്കെ അവർ സെറ്റ് ചെയ്തോളും. പിന്നെ നമുക്കിവിടെ നമ്മുടെ സ്റ്റൗ എല്ലാം മാറ്റി വെച്ചേക്കാണ്. ഡിഷ് വാഷറുണ്ട്. പിന്നെ ഈ വോളിലും ഗ്രീൻ വരും. ഈ വോള് ഫുൾ വാൾപേപ്പറാണ്. ഈ റെഡ് കളറിലുള്ള വോള് ഫുൾ വാൾപേപ്പർ. അത് നമ്മൾ തന്നെ ചെയ്യുന്നത്, കോൺട്രാക്ടേഴ്സോ പരിപാടിയൊന്നുമില്ല, നമ്മൾ തന്നെ. ഇനി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ലിവിങ് റൂമിലെ പെയിൻറ്റ് സെയിം, ഈ വോളിൽ ആ വോളിൽ അതാണ് മൊത്തത്തിൽ ആ പെയിൻറ്റ് തന്നെയാണ് വാൾപേപ്പർ ഇല്ലാത്ത സ്ഥലത്ത് കോമൺ ഏരിയയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസ്മെൻറ്റിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് കാണിച്ചു തരാം. നല്ലോണം ശ്വാസം മുട്ടുന്നുണ്ട് ആക്ച്വലി. ഇവിടെ പെയിൻറ്റ് വരും, ഇവിടെയും പെയിൻറ്റ് വരും, ഇവിടെയും പെയിൻറ്റ് വരും. പക്ഷേ ഇവിടുന്ന് വാൾപേപ്പറാണ്. അത് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. എഗെയിൻ നമ്മൾ തന്നെ ചെയ്യേണ്ട വാൾപേപ്പർ ആയതുകൊണ്ട് നമ്മുടെ ഐഡിയ എന്ന് പറയുന്ന അടിയിൽ ഗെയിമിംഗ് റൂമോ തിയേറ്റേഴ്സോ അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ആ ഒരു തീമിനോട് എന്താ പറയുക, അങ്ങനത്തെ ആ ഒരു വൈബ് സെറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ളൊരു വാൾപേപ്പറാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അല്ലാതെ സാധാ ഓൾഡ് മണി സ്റ്റൈൽ ഇവിടെ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വിൽ സി ഹൗ ഇറ്റ് ഗോസ്. ഇനി ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമുണ്ട്. അവിടെ ഒരു ബെഡ്റൂമുണ്ട്. ലൈറ്റില്ല, പക്ഷേ ലൈറ്റുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിൽ മോസ്റ്റ്ലി ചിലപ്പോൾ നമ്മൾ 2 ബങ്ക് ബെഡ് ഇടും, 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളത് തോതിൽ. ഇവിടെ ഒരു വാൾപേപ്പർ ആയിരിക്കും. പെയിൻറ്റ് സിമ്പിൾ, അത്രേ ഉള്ളൂ. വേറൊരു ഡിഫറൻസും ഇല്ല. അതാണ് ലോണ്ട്രി റൂം ഒന്നുമില്ല, സാധാ പെയിൻറ്റ്. ഇതാണ് ലോണ്ട്രി റൂം, ഒന്നുമില്ല, സാധാ പെയിൻറ്റ്. ഈ വാഷ്റൂം ഒന്നും ചെയ്യുന്നില്ല, ആകെ നമ്മൾ ചെയ്യുമ്പോൾ പെയിൻറ്റ് അടിക്കുന്നു മാത്രം, വേറൊരു പ്രശ്നമില്ല. ആ പെയിൻറ്റ് മുകളിലത്തെ സെയിം ഗ്രീൻ. ഇനി ഇവിടെ ഈ ഏരിയ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബാറോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഒരു വാൾപേപ്പർ, പെയിൻറ്റ് വേഫെയറിൽ നിന്നോ ആമസോണിൽ നിന്നോ വലിയ ബാർ സെറ്റപ്പ് നമ്മൾ ചെയ്യണം, ഓൾറെഡി പ്രീ ബിൽഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്ലാസസ് പ്രൊവൈഡ് ചെയ്താൽ മതി. അത്യാവശ്യം ഫോട്ടോസിലൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും കാണാനായിട്ട്. നമ്മുടെ എയർബിഎൻബിയിലെ കച്ചവടം യൂഷ്വലി ഫോട്ടോസ് വെച്ചിട്ടായിരിക്കും, അല്ലാതെ റിവ്യൂസ് ആൻഡ് ഫോട്ടോസ് ആണെന്നാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളതെല്ലാം പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാസ്ക് വെച്ചതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ നമ്മൾ കാണാത്ത കുറേ ഡസ്റ്റും പരിപാടിയൊക്കെ എൻവയോൺമെൻറ്റിലുണ്ട്, ചുറ്റുമുണ്ട്. ഞങ്ങളുടെ കോൺട്രാക്ടറും പറഞ്ഞു മാസ്ക് വെച്ചിട്ട് വന്നാൽ മതി, N95 മാസ്ക് തന്നെ വേണം. അതുകൊണ്ട് ഈ ഏരിയ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു വോൾ ഉണ്ടായിരുന്നു, ഇവിടെയും ക്ലോസ്ഡ് ആയിരുന്നു. വോൾ മൊത്തത്തിൽ എടുത്തു കളഞ്ഞു. നമ്മുടെ പ്ലാൻ നടക്കുമെന്നറിയില്ല. നമ്മുടെ പ്ലാൻ ഒരു TV, ഒരു ഹോം തിയേറ്റർ, വലിയ കൗച്ചും പരിപാടിയൊക്കെ വെച്ചിട്ട് ഫുൾ ഡാർക്ക് വൈബിൽ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ആ ഏരിയയിൽ ചിലപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സോ, ഈ ഏരിയയിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയില്ല. പിന്നെ 2 പേർക്ക് കിടക്കാൻ പറ്റുന്നൊരു ബെഡ് വിച്ച് ഇസ് ഹിഡൻ. വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ വേണ്ട. കാരണം ഓൾറെഡി 3 ബെഡ്റൂമുണ്ട്. ലിവിങ് റൂമിൽ നമ്മൾ സോഫ ബെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു 10 ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെയും പറഞ്ഞ പോലെ തന്നെ പോർട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്, 5 പോർട്ട് ലൈറ്റ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഏത് പെയിൻ്റാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, വാൾപേപ്പർ ഡിസൈഡ് ചെയ്തിട്ടില്ല, ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഡിസൈഡ് ചെയ്യണം, എല്ലാം ഓർഡർ ചെയ്യണം. കാരണം പണി പടപടിയെന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2 ദിവസമേ ഉള്ളൂ പണി കിട്ടും, പക്ഷേ ഏകദേശം ഇത്രമായി. ഇനി ആണ് ഈ ഏരിയ നമുക്ക് TVയുടെ സൈസ് സെറ്റാക്കണം. കാരണം ഈ ഏരിയ ഇത്രേ ഉള്ളൂ, ഡോർ ഉള്ളതുകൊണ്ട് തന്നെ മേ ബി ഒരു 70 അല്ലെങ്കിൽ 90 ഇഞ്ചസ് ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്രയും ഇല്ലെങ്കിൽ തന്നെ ഒരു തിയേറ്റർ ആയിട്ടുള്ള ഫീലും വരില്ല. അറിയില്ല, നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം, നമുക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് യാർഡിലേക്ക് പോകാം. അത് നമ്മുടെ ഫേർണസ് റൂമൊക്കെയാണ്. ഇഗ്നോർ ദാറ്റ്. ലൈറ്റ് ഓഫ് ചെയ്തേക്കാം, നല്ല കറണ്ട് വരും.
നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്. നമ്മുടെ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിൻ്റാണ് നമ്മുടെ ബാക്ക് യാർഡ്. നമുക്ക് ബാത്ത് ടബ് ഉണ്ട്, വിച്ച് വാസ് ഓൾറെഡി ഇൻക്ലൂഡഡ്. നമ്മളായിട്ട് മേടിച്ചതല്ല, വീട് മേടിച്ചപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ബാത്ത് ടബും ഷെഡും എല്ലാം. ഇത് ഒരു 8 ആൾക്കാർക്ക് കൊള്ളാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 7 to 8 പീപ്പിളിന് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഹോട്ട് ടബ്, സോറി ബാത്ത് ടബ് അല്ല, ഹോട്ട് ടബാണ്. അതാണ് ഹോട്ട് ടബ്. 8 ആൾക്കാർക്ക് പറ്റും. നമ്മൾ ഓൺലൈൻ പ്രൈസ് നോക്കിയപ്പോൾ ഏകദേശം 15-20,000 വരും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു നമ്മൾ. കാരണം തുടക്കം മുതലേ നമ്മൾ നോക്കിയത് എയർബിഎൻബിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ എക്സ്ട്രാ എമ്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്ലയൻസിന് നമുക്ക് കിട്ടും, ബുക്കിങ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഫയർ പിറ്റ് ഉണ്ട്. ഞാൻ ആ ഡോറ് നടച്ചേക്കട്ടെ, കാറ്റ് കൊണ്ട് വെറുതെ പോകത്തേ ഉള്ളൂ. ഇവിടെ വുഡും പരിപാടിയൊക്കെയാണ് ഫയർ പിറ്റ് വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ വീട് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഫയർ പിറ്റും ഉണ്ടായിരുന്നു, ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ മോസ്റ്റ്ലി നമ്മൾ ബാർബിക്യൂ ഒരു നല്ല ഒരെണ്ണം നോക്കണം, ബാർബിക്യൂ നല്ല ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് പൊടി തട്ടി എടുക്കേണ്ട പ്രൊപ്പൈനാണ്. പിന്നെ ഇവിടെ ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരു 10 പേർക്കുള്ളതായത് കൊണ്ട് തന്നെ അത്യാവശ്യം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ ഹോട്ട് ടബ് നല്ലതാണ്. പിന്നെ ഈ ഫയർ പിറ്റ് എടുത്തിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഇവിടെ, കാരണം അവിടെ ഞാൻ നോക്കിയപ്പം നമ്മൾ ഫയർ പിറ്റിൻ്റെ ചുറ്റും ചെയർ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 പേരിൽ 8 പേരെങ്കിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ അവിടെ ഏരിയസ് ഭയങ്കര കുറവായതുകൊണ്ട്, കാണിച്ചേ, അവിടെ ഏരിയ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ പിറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഏകദേശം ഇവിടെ വെക്കുവാണെങ്കിൽ ഇതും നമ്മൾ കളയും. ഫുള്ള് ഗ്രാവൽ ഇട്ടിട്ട് നമുക്കിവിടെ ചെയർ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 1 2 3 4 5 6 7 8 ആൾക്കാർ സുഖമായിട്ട് കൊള്ളേണ്ടതാണ് ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അറിയില്ല. പിന്നെ ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഒരു പാർക്കിംഗ് പാഡ് അവർ സെറ്റ് ചെയ്യും. ഇത് RV ഒക്കെ, കാനഡയിൽ RV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാഡാണിത്, സിമെൻറ്റഡ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു ലൈക്ക് ബാസ്കറ്റ്ബോളിൻ്റെ ഒരു പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഗാർബേജ് എല്ലാം കളഞ്ഞ് ഇവിടെ ഒരു യെല്ലോ അല്ലെങ്കിൽ റെഡ്, യെല്ലോ, ഓറഞ്ച് എന്തെങ്കിലും പെയിൻറ്റ് ഇവിടെ ഫ്ലോർ അടിക്കുവാണെങ്കിൽ എടുത്ത് കാണുകയും ചെയ്യും. നമുക്കിവിടെ ഒരു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ബാസ്കറ്റ്ബോൾ ഏരിയ ആക്കാം പറ്റും. പക്ഷേ ലീഗലി പറ്റുമെന്ന് അറിയില്ല, കാരണം നമുക്കിവിടെ ക്ലോസിംഗ് ഇല്ല. ബോൾ റോട്ടിലേക്ക് പോകാം വടിയ. പക്ഷേ ദാറ്റ്സ് എ പ്ലാൻ, അറിയില്ല. പിന്നെ ഡബിൾ കാർ ഗരാജ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗരാജ് ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ നല്ലതായിട്ട് വരുവാണെങ്കിൽ ഗരാജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പൂൾ ടേബിളോ എന്തെങ്കിലും ആക്കണം. പിന്നെ എന്താ പറയുക, ഇവിടെ ഗ്രാഫിറ്റി പെയിൻറ്റ് നല്ല തോതിൽ അടിക്കണമെന്നുണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോസിൽ കാണുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇവിടെയും ഈ ഏരിയയിൽ അറിയില്ല, നമുക്ക് ആളെ കിട്ടിയിട്ടില്ല. നമ്മൾ മാർക്കറ്റ് പ്ലേസിലും പരിപാടിയിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ പ്രൈസും ഫോട്ടോസിൽ കാണാൻ ഭംഗി എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെയാണ് നമുക്ക് ക്ലയൻസിനെ കിട്ടുക. അപ്പം ഫോട്ടോസാണ് നമ്മളെല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ പെയിൻ്റ് അടിക്കണം, ഈ വോൾ പെയിൻ്റ് അടിക്കണം. ലൈക്ക് കോസി നല്ല ഐ ക്യാച്ചിങ് കളേഴ്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ അത് ബാസ്കറ്റ്ബോൾ ഏരിയ കൊണ്ട് തന്നെ ബാസ്കറ്റ്ബോളായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നല്ലത്. പിന്നെ ഈ വോളല്ല ഇവിടെയും നമ്മൾ എന്തെങ്കിലും പെയിൻ്റ് അടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുന്നുണ്ട് ആളുകളെ. എനിക്ക് സാധാ ഗ്രാഫിറ്റി പെയിൻ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുക, ബട്ട് നോട്ട് ഷുവർ. പക്ഷെ എന്തായാലും പെയിൻ്റ് അടിക്കണം, എന്നിട്ട് ഫോട്ടോസിൽ അത്യാവശ്യം അടിപൊളിയായിട്ടിരിക്കണം. അപ്പോൾ മഞ്ഞ് പെയ്ത് ഏകദേശം വിൻ്റർ കഴിയാറായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സമ്മറിൽ അടിപൊളിയായിരിക്കും. മേ ബി അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. കാരണം എന്തോ ഒരു ഏരിയ ഉണ്ടോ അത്ര ആൾക്കാർക്ക് ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിനി അടുത്ത വീഡിയോ, ഇനി ഓരോ അപ്ഡേറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.